അടുത്തത് മെയിൻ്റനൻസും ലെഗസി പ്ലാനുമാണ്. ഈ ലെഗസി പ്ലാൻ, മെയിൻ്റനൻസ്, ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞ് ഈ ഉപകരണങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഇത് ആരുടെ വകയായിരിക്കും, ഇത് ആരിത് കൊണ്ടു നടക്കും എന്നുള്ള കാര്യം വാങ്ങുന്നതിന് മുമ്പേ തീരുമാനിക്കണം. വാങ്ങിക്കഴിഞ്ഞ് തീരുമാനിച്ചാൽ പറ്റില്ല. വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം തീരുമാനിച്ച് ഈ ആരുപയോഗിക്കുന്നോ അവർക്ക് കൂടി ഈ വാങ്ങൽ പ്രക്രിയയിൽ ഭാഗമാക്കായിരിക്കണം. ഇത് വളരെ പ്രധാനമാണ് ലെഗസി പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് അതിന് അവകാശികളായിട്ട് എൻ്റെ മരണശേഷം ഞാൻ ഒസ്യത്തായിട്ട് ഇന്നയാൾക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ശരിയാവില്ല. മറിച്ച് വാങ്ങൽ സമയത്ത് തന്നെ ഞാനൊരു സ്റ്റേഡിയം ഉണ്ടാക്കുകയാണ്. ഈ സ്റ്റേഡിയം ഞാൻ പണിതതിന് ശേഷം ആര് കൊണ്ടു നടക്കും എന്നുള്ള കാര്യം പണിയുന്ന ആളുകൾ തന്നെ ആദ്യം തന്നെ തീരുമാനിച്ച് അവരെ അതിൻ്റെ പങ്കാളികളാക്കിയ പണിയൽ പ്രക്രിയയിൽ തന്നെ പങ്കാളികളാക്കുകയാണെങ്കിൽ ലെഗസി വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. രണ്ട്, ദി ലെഗാറ്റി, ആ ലെഗസി കിട്ടുന്നവർക്ക് ഇതിനെ സംബന്ധിച്ചൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉള്ളവരായിരിക്കണം. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഓണർഷിപ്പ് അധികാരം ഈ സ്ഥാപനത്തിന് മുമ്പിൽ വേണം. അവരല്ലാതെ വന്നു പോകുന്നവരായിരിക്കരുത്. നീ ഇവിടെ വന്ന് തൂത്തിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു ക്ലബിന്, ഒരു അസോസിയേഷന്, ഒരു സ്പോർട്സ് സംഘടനയ്ക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ലെഗസി എന്നുള്ള കാര്യം ശരിയായിട്ട് നടക്കുകയുള്ളൂ. മൂന്നാമതായിട്ട്, കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഏത് സ്ഥാപനമാണെങ്കിലും 10 കൊല്ലത്തേക്ക് ഇതിൻ്റെ മെയിൻ്റനൻസിന് എത്ര രൂപ വേണം, ഇതിൻ്റെ അപ്കീപ്പിന് എത്ര രൂപ വേണം, ഈ ആക്ടിവിറ്റി നടത്തുന്നതിന് ഇത് തുടർച്ചയായിട്ട് നടക്കണമെങ്കിൽ അതിന് എത്ര രൂപ വേണം എന്നുള്ള സംഗതി ആദ്യം തന്നെ കണക്ക് കൂട്ടി ആ പണം ലെഗസിയായിട്ട് ലഭിക്കുന്ന സ്ഥാപനത്തിനോ അസോസിയേഷനോ ക്ലബിനോ എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ട് ആദ്യം തന്നെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ലെഗസി പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ തുനിയാവും. നാലാമതായിട്ട്, ഈ സ്പോർട്സ് ഫെസിലിറ്റീസ് അത് സെൽഫ് സസ്റ്റെയിൻഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഫെസിലിറ്റി അല്പസ്വല്പം ചാർജ് ചെയ്യണം. എല്ലാ സ്പോർട്സ് സൗകര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും സൗജന്യമായി ലഭിക്കും എന്നുള്ള മനോഹര സ്വപ്നം കൊണ്ട് ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റിന് സാധിക്കുകയില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ there has to be charged service for some people and there has to be free service for some people. അപ്പോൾ അവിടെയുള്ള ഒരു സ്പോർട്സ് ഫെസിലിറ്റിക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം രണ്ടായിട്ട് വിഭജിച്ച് ഒന്ന് ചാർജ്ഡ് യൂസും ഒന്ന് ഫ്രീ യൂസുമായിട്ട് മാറിത്തിരിച്ച് അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ ഒരു രീതി വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ മെയിൻ്റനൻസിനുള്ള പണം ആ സ്പോർട്സ് ഫെസിലിറ്റീസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഇപ്പോൾ ആധുനിക ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഒരു സ്പോർട്സ് ഫെസിലിറ്റി നോൺ സ്പോർട്സ് യൂസിന് വേണ്ടി വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫുട്ബോൾ കോർട്ട് പോലും ഫുട്ബോൾ കോർട്ടിന് യാതൊരു ഡാമേജും വരാതെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ച് ആ പർട്ടിക്കുലർ ഷീറ്റ് എടുത്ത് മാറ്റിയാൽ പുല്ല് പോലെ തിരിച്ചു വരുന്ന ഫെസിലിറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് സൗകര്യമാണെങ്കിലും അതിൻ്റെ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നോൺ സ്പോർട്സ് മാർഗത്തിൽ കൂടിയും അതിന് റവന്യൂ സംഭരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ സ്പോർട്സിൻ്റെ ആവശ്യങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിൽ നോൺ സ്പോർട്സ് യൂസ് സാധിക്കുമെങ്കിൽ ആ നോൺ സ്പോർട്സ് യൂസ് പ്രായോഗികമാക്കി അതനുസരിച്ച് നമുക്ക് പണം സമ്പാദിച്ച് ആ സ്പോർട്സ് മെയിൻ്റനൻസ് നടപ്പാക്കാൻ സാധിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഏഴാമതായിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളത്, മെയിൻ്റനൻസ് ഒരിക്കലും സർക്കാർ മുറപ്രകാരം നടക്കില്ല. പുല്ല് വളരണമെന്നുണ്ടെങ്കിൽ കേരള ഫൈനാൻഷ്യൽ കോഡ് അനുസരിച്ച് പുല്ല് വളർത്താൻ സാധിക്കുകയില്ല. പുല്ല് വളരണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം, സമയത്ത് വളവിടണം, സമയത്തത് കട്ട് ചെയ്യണം. പുല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് സ്പോർട്സിൻ്റെ എല്ലാ കാര്യങ്ങളും.
അപ്പോൾ ആ സ്പോർട്സ് മെയിൻ്റനൻസിനെ സംബന്ധിച്ച ഒരു ഫൈനാൻഷ്യൽ പ്രാക്ടീസ് എന്താണ് ശരിയായ രീതിയിലുള്ള ഫൈനാൻഷ്യൽ പ്രാക്ടീസ്? അത് പലപ്പോഴും സ്വകാര്യ ഏജൻസീസ് ആണെങ്കിൽ അത് വൃത്തിയായിട്ട് നടക്കും. അപ്പോൾ ആ രീതിയിലുള്ള സ്വകാര്യ ഏജൻസീസിനെ ഉൾപ്പെടുത്തി ഒരു സ്പോർട്സ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു രീതി, അതെന്താണെന്ന് എല്ലാ അസോസിയേഷനുകളും കൂടി ഒരുമിച്ച് തീരുമാനിക്കണം. കാരണം മാർക്ക് ചെയ്യണം. അതിനൊക്കെ ഓരോരുത്തരെയും വിളിച്ച് ഓരോ കൊട്ടേഷൻ വിളിച്ച് ഓരോ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ തന്നെ വ്യാജമായിട്ട് മാത്രമേ റെക്കോർഡുകൾ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒരു രീതി നടന്നിട്ട്. ഇതൊക്കെ തെറ്റാണ്. ഇനി ഒരു ഡിജിറ്റൽ ലോകത്ത് യാതൊരു വ്യാജ പരിപാടിയും നടക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങളിൽ സമയബന്ധിതമായി കാലത്തും വൈകിട്ടും കളി തുടങ്ങുന്നതിന് മുമ്പും കളി തുടങ്ങുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ക്രമമായി നടക്കേണ്ട കാര്യങ്ങളിൽ സാമ്പത്തിക ചെലവ് എങ്ങനെ നടപ്പാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു രീതി, അത് ഓരോ സ്പോർട്സിനും വ്യത്യസ്തമായിരിക്കും. ബാഡ്മിൻ്റൻ്റേതായിരിക്കുകയല്ല ഫുട്ബോളിൻ്റേതായിരിക്കുകയല്ല ബാസ്കറ്റ്. അപ്പോൾ അങ്ങനെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന കാര്യങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതിവിടെ നടക്കുകയുള്ളൂ എന്ന് ധൈര്യപൂർവ്വം നിങ്ങളുടെ മെയിൻ്റനൻസ് രീതിയും അതിൻ്റെ ചിലവുകളും കൃത്യമായിട്ട് ഒരു കോഡ് അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന ആൾ ഇവൻ കള്ളനാണ്, ഇവൻ മോഷ്ടിച്ചു എന്നുള്ള ആരോപണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യും. പലപ്പോഴും ആരോപണങ്ങൾ വരുന്നത് നിയതമായ സംവിധാനത്തിനെക്കുറിച്ച് വ്യക്തമായ റിയലിസ്റ്റിക് രൂപരേഖയില്ലാത്തതാണ്. ഏതോ ഒരു പുസ്തകത്തിൽ മറ്റെന്തിനോ പറ്റി ഉണ്ടാക്കിയ കാര്യം ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി, അതാണ് ഇതിൻ്റെ ചട്ടം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി, ഫുട്ബോൾ കോർട്ട് മെയിൻ്റനൻസിന് വേണ്ടി, ബാസ്കറ്റ് ബോളിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഷട്ടിൽ കോർട്ടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊരു ചട്ടമുണ്ടെങ്കിൽ ഈ വലിയ വലിയ ആരോപണങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലാതാകും. അപ്പോൾ ഇങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള ലെഗസി പ്ലാനിങ്ങും മെയിൻ്റനൻസും നടത്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.